I can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Been fighting with the rivers and blinded by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. I'm so close, I can exhale, I can let go. My heart can breathe കാരുണ്യവാനായ പൊന്നുതമ്പുരാനെ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച പൊന്നുതമ്പുരാനെ, ഇന്ന് മെറിമോൾ ആരംഭിക്കുമ്പോൾ വിവാഹ ജീവിതത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അങ്ങ് ബലപുഷ്ടമാക്കണമേ. കർത്താവേ, ആരോഗ്യം, ആയുസ്സും സമ്പത്തും സമൃദ്ധിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും അങ്ങ് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കുടുംബപതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ആശീർവദിക്കുകയും
വിശ്വാസം രക്ഷിക്കണമേ. ഞങ്ങളെ ആഗ്രഹിക്കണം ശാരീരികമായ എല്ലാ ബന്ധങ്ങളിലും ഞങ്ങളെ Go tell it on the mountain, the one that we've been waiting for, the King of our salvation. Born on this day, our Savior Christ the Lord. Go tell it on the mountain, over the hills and everywhere, that we can be forgiven. The weight of all our sin He came to bear. Emmanuel, God with us. Emmanuel, King Jesus, the Savior of the world is born. Emmanuel, God with us. Emmanuel, King Jesus, the Savior of the world is born. Amen.
God
ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശീലീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയുടെ ഉപദ്രവത്തിനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തോടെയും ഇവിടെ നന്ദിരിക്കുന്നവരെയും സമ്മതമായ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ഇപ്പോൾ വിശ്വസിപ്പിക്കണമേ. ആത്മീയമായ എല്ലാ വിപത്തുകളിലും ഞങ്ങളെ കാത്തോളം സ്വർഗത്തിൽ അങ്ങേരുണ്ടായിരിക്കാൻ ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹം നൽകും. അറിയത്തിൻ്റെ വിനോദി മാർഗസപിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീസ്മരണ ഞങ്ങൾ വിവർത്തയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, അറിയത്തിൻ്റെ ഹൃദയമേ, വിശുദ്ധമറിയിലെ തമറയമേ.
മുള്ള കൊണ്ട take it easy. Take it easy, take it easy. കാതിലൊരു മുള്ള കൊണ്ട take it easy. കാതൽ തോന്നിയാ take it easy. കൊഞ്ചൽ കൂടിയാ take it easy. കൂട്ടം തെറ്റിയാ take it easy. കൂട്ടിൽ കൂട്ടിയാ take it easy. By the way, ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറിയോ? Where is Louis? Hi, Subhash. Only 1, 2, 3, 4. ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ന്യൂലി എൻഗേജ്ഡ് കപ്പിൾ നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ക്യാൻ വി ഹാവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ഈ ടോക്ക് നല്ലൊരു കൈഡി കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ന്യൂലി എൻഗേജ്ഡ് കപ്പിൾ. കം ഓൺ. സുമരി ആൻഡ് മൈക്കിൾ, നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓഡിയൻസ് ഫിൽഡ് ആണല്ലേ, പക്ഷെ അതിനനുസരിച്ചുള്ള കൈയടി വന്നോ? ഇല്ല. സോ വൺസ് അഗൈൻ നല്ലൊരു കൈയടി വരട്ടെ. കം ഓൺ. Okay, so thank you so much. Congratulations, Michael and Marie, looking very beautiful together. And Michael, entry-il thanne Marie oru surprise thanirunnu alle. So engine undairunna oru surprise. Come on. First and oru reaction ulla samayana. Come on. എന്നോട് പറയാനാണ് ഈ ഒരു ഡാൻസ് കളിച്ചത്. ഡാൻസ് റിയലി സർപ്രൈസ് ആയി. ഹാപ്പിയാണ്. Okay, and ഇനി ഇവരെ രണ്ടുപേരെയും ഒന്ന് ഒഫീഷ്യലി പരിചയപ്പെടുത്താനുള്ള സമയമാണ്. നമുക്കറിയാം ഇവരെ രണ്ടുപേരുടെയും ഒപ്പം ഫാമിലിയുടെയും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരെ ഒന്ന് ഒഫീഷ്യലി പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഗ്രൂം, മിസ്റ്റർ മൈക്കിൾ ഫ്രാൻസിസ്, വർക്കിംഗ് ആസ് സീനിയർ പർച്ചേസിംഗ് മാനേജർ അറ്റ് ഡോക്ടർ ജോയ്സ് വെഞ്ചർ. And about the beautiful bride, Miss Marie Ann, is a biotechnologist and working as team lead inside sales at WaveLogix Technologies, a UAE-based company. So this is all about them. And ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒഫീഷ്യലി ഒരു യെസ് ഒക്കെ പറഞ്ഞതിൻ്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ദ വെരി ഫസ്റ്റ് നിങ്ങളുടെയും ഒപ്പം നിങ്ങളുടെ ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളവരോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാനുള്ള സമയമാണ്. സോ മൈക്കിൾ, കം ഓൺ. എന്താണ് ഈ ഒരു മൊമെന്റിൽ
മെറിയോടൊപ്പം ഈ ഒരു സ്റ്റേജിൽ സെലിബ്രേഷന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? സോ എന്താണ് എല്ലാവരോടും ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ ദിസ് വെരി റൈറ്റ് മൊമെന്റ്? കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പെണ്ണ് കിട്ടി. ഞാൻ അത്രയ്ക്ക് കാത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ ഞാൻ നോക്കി വഴിക്കെങ്കിൽ ഫസ്റ്റ് കിട്ടിയത് മിക്കുവിനെയാണ്. ഞാൻ ആക്ച്വലി മിക്കു എന്നാണ് വിളിക്കുക, മൈക്കിൾ ഫ്രാൻസിസ് എന്നാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. നല്ലൊരു കൈഡിയും കൂടെ കൊടുക്കാല്ലേ? ആൻഡ് മൈക്കിൾ ഒരുപാട് തള്ളി തിരഞ്ഞ് അവസാനം ദ ബെസ്റ്റിന് തന്നെ കിട്ടിയിരിക്കുകയാണ് അല്ലേ? ആൻഡ് അതിൻ്റെ ഒരു സന്തോഷം മൈക്കിളുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ഡാൻസിൽ പ്രത്യേകിച്ച് അല്ലേ, പെട്ടെന്ന് കിട്ടിയ ആ ഒരു ഡാൻസ് എൻട്രിയിൽ മൈക്കിളുടെ മുഖത്ത് ആ ഒരു സന്തോഷത്തിൽ തന്നെ മെറി ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ? യെസ്, വി ഓൾ വർ ഹാപ്പി. ആൻഡ് മൈക്കിളുടെ ഫേസ് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു ഡാൻസിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുന്നത് അല്ലേ? യെസ്. ആൻഡ് ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ മൈക്കിൾ ഓൾറെഡി മെറിയെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തു. ആൻഡ് ഒഫീഷ്യലി എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു യെസ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ സെലിബ്രേഷനാണ്. സോ ഏതൊരു ക്വാളിറ്റിയാണ് മെറിയിൽ മൈക്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമുക്കറിയാം ഒരാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ മൈക്കിളിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെറിയുടെ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്? സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് മെറി. നല്ലൊരു കൈഡി കൊടുക്കാൻ ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൈഡി. അപ്പൊ അതിലാരും വിസ്കൊന്നും വിചാരിക്കണ്ട കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പോന്നോട്ടെ. ആൻഡ് മൂവിങ് ഓൺ ടു മെറി, മൈക്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? The way he look at me, like I can feel his love. സോ അതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഡാൻസിൽ തന്നെ കണ്ടതാണ് അല്ലേ? ഇത്രയും പ്യുവർ ആയിട്ടുള്ള ആ ഒരു ലുക്ക് ആയിരുന്നു മെറിയ മൈക്കിൾ നോക്കിക്കൊണ്ടിരുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാം. യെസ്. ആൻഡ് ഇനി ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഓഫ്കോഴ്സ് രണ്ടുപേരുടെയും ഫാമിലീസും കൂടെ ജോയിൻ ചെയ്യണം. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ് മീ വെൽക്കം ദ ബ്രൈഡ്സ് ഫാമിലി. Father Dr. Joji George Parayatil is a retired professor and mother Mrs. Liza Joji is a lovely homemaker. So നല്ലൊരു കൈഡിയോട് കൂടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Father late Mr. Francis Joseph was into agriculture and mother Mrs. Lena Francis is a lovely homemaker. So നല്ലൊരു കൈഡിയോട് കൂടെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. With a sister, Ms. Zilla and Parayatil. This is third year BSc nursing student. So നല്ലൊരു കൈഡിയോട് കൂടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Three siblings. So the first one, Mrs. Anchana Franz, happily married to Mr. Franz, belong to Moodaran family. So നല്ലൊരു കൈഡിയോട് കൂടെ beautiful. Second sibling, Mrs. Rani Babu, happily married to Mr. Babu, belongs to Pulain family. So നല്ലൊരു കൈഡിയോട് കൂടെ വീട്ടിലേക്ക് സ്വാഗതം. Mr. Jose Francis is running his own event management company, but unfortunately ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടില്ല.
ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്തേക്ക് ജോയിൻ ചെയ്തോളൂ. അടുത്തേക്ക് വരാം. Ready? So let's count down together. 3, 2, 1, and go! Congratulations, Michael and Mary. We wish you a very happy life together. And nalluru kayadi kuda ningala side il request cheyana for this beautiful moment happening on screen. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. എനിക്ക് എന്ത് ഒരു പ്രോബ്ലം ഉണ്ടായാലും ഫസ്റ്റ് ഒരു വോൾ പോലെ എൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് എനിക്ക് ഇപ്പോൾ സ്കൂൾ ടൈംസിലായാലും ഈവൻ എൻ്റെ കോളേജ് ടൈമിലായാലും ഷി വാസ് ദെയർ വിത്ത് മീ. താങ്ക് യു ഫോർ ഹാവ്. കയ്യിൽ നിന്ന് കിട്ടുന്ന അടിക്കൊക്കെ ഒരു ഷീൽഡ് ആയിരുന്നു ചേച്ചി. അതെ, അടി മൊത്തം ചേച്ചിക്കാണ് കൊണ്ടുവരുന്നത്. എനിക്ക് നല്ലൊരു കൈയടി കൊടുക്കാല്ലേ? യെസ്. ആൻഡ് നൗ മൈക്കിളും ഞാൻ തമ്മിൽ നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ മൈക്കിളിൻ്റെ തീരെ ചെറുപ്പമാണ് കൂടുതലും മെമ്മറിയിൽ വരിക. ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ഓടി നടക്കുന്നത്. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ കളിച്ച് നടക്കുന്ന ഒരു കുട്ടീനെ. ഓക്കെ, സോ ഒരാളും കൂടെ ഉണ്ടല്ലേ. ആനി, എന്താണ് മൈക്കിളിനെ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് മെമ്മറി? അതും എനിക്കും മൈക്കിളിൻ്റെ ക്യൂട്ട്നെസ് തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉറക്കെ പറയണ്ട. എഴുതിയതിനു ശേഷം ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു. കുറേ പേരുണ്ട്, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കുറേ പേരുള്ള ആ നമ്പർ എത്രയാണ്? എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മൈക്കിളിനുള്ളത്? കറക്റ്റ് ആ ഒരു കൗണ്ട് എഴുതിയാൽ മതി. മൈക്കിൾ അങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ഇവിടെ കുറച്ച് കയറി നിന്നേ, അല്ലെങ്കിൽ നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. തിരിച്ചു ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു കൊടുക്കാം. ഇതെന്തോ ഓപ്ഷനോ? ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. എത്രയാണ് മൈക്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൗണ്ട്? 7. 7 തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. സോ 7 അല്ലെങ്കിൽ 6 എന്നാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെ കുട്ടിയാണോ? അത്യാവശ്യം അല്ലല്ല, എഴുതണം. മൈക്കിൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തുണ്ട്. മൈക്കിൾ കുട്ടിയാണോ? അത്യാവശ്യം കുട്ടിയാണ്. അപ്പൊ എന്തായാലും ഫുഡ് ഡിസ്കഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അറിയേണ്ടതാണ് മെറിക്ക്. അങ്ങോട്ട് നോക്കണ്ട, അതൊക്കെ ചെരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ എഴുതി കഴിഞ്ഞാൽ ഓഡിയൻസിനെ തിരിച്ച് കാണിച്ചു കൊടുക്കാം. മെറി, ഓക്കെ, ഏതാണ് മൈക്കിളിന്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം? ഫ്രൈഡ് റൈസും ചില്ലി പോർക്കും. ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി പോർക്ക് ഇസ് ദ റൈറ്റ് ആൻസർ. നല്ലൊരു കൈയടി പോരട്ടെ. റൈറ്റ് ആൻസറിന് എവിടെ കൈയടി? ഓക്കെ, സോ ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൈക്കിളിന്റെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എവിടെ ട്രിപ്പ് പോകണം എന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്ഥലം പറഞ്ഞിട്ടുണ്ടോ മൈക്കിൾ? ഇല്ല. അൺപ്ലാൻഡ് ആയിരിക്കണം. മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. നമ്മളൊക്കെ സർപ്രൈസിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ
ക്വസ്റ്റ്യൻ അറിയാൻ സാധ്യതയില്ല. സോ ഞാൻ ഒരു ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ തരാം. മൈക്കിൾ ഇപ്പോൾ വാച്ച് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഏത് ബ്രാൻഡാണ്? ആ വാച്ചിന്റെ ബ്രാൻഡ് ഏതാണ്? ഒരു വൈൽഡ് ഗസ്. ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? മൈക്കിൾ ഫുള്ള് കളകളിയാട്ടോ. രാവിലെ ഈ വാച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്ത ആളാണ് മെറി. പക്ഷെ ബ്രാൻഡ് ഏതാണെന്ന് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ റോങ് ആൻസർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വൈൽഡ് ഗസ്, ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പേര് എഴുതിക്കോളൂ. എഴുതിക്കോ ഏതെങ്കിലും. നമുക്കറിയുന്ന ഒരു ബ്രാൻഡും മൈക്കിൾ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ മേലെയാണ് മൈക്കിളിന്റെ കളികൾ. ഓക്കെ, എനിവേ നമ്മൾ റോങ് ആൻസർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്കിളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. മൈക്കിളിന്റെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എഴുതിക്കോളൂ. ഓക്കെ, എത്രയാണ് മൈക്കിൾ? 677. 677, അതായത് 77 അല്ലേ? സോ മെറിയോട് ഞാൻ ചോദിച്ച വഴിക്ക് ഉറക്കൊക്കെ ഉത്തരം പറഞ്ഞ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 3 നമ്പർ ഉണ്ട്, അതിൽ ഏതെങ്കിലും നമ്പറിൽ ലാസ്റ്റ് ഇതാണോ വരുന്നത്? 27 ആണോ? 3 നമ്പർ ഉണ്ട്. 3 നമ്പറിന്റെയും ലാസ്റ്റിൽ 27 ഇല്ല. അപ്പൊ നമ്മൾ റോങ് ആൻസർ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ റോങ് ആൻസറിന് കൈയ്യടി കൊടുക്കുന്നില്ല. മൂവിങ് ഓൺ ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സോ മൈക്കിളിന്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് എന്താണ്? മൈക്കിളിന് ഏറ്റവും കൂടുതൽ ധരിക്കാൻ ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ്? എഴുതി കഴിഞ്ഞാൽ ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഏതാണ് മൈക്കിളിന്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? ഷർട്ട് ആൻഡ് പാൻറ്. എഴുതിയിരിക്കുന്നത് ബനിയൻ ആൻഡ് ജീൻസ് എന്നാണ്. സോ കംപ്ലീറ്റ്ലി ഒരു വേറെ ഡ്രസ്സാണല്ലേ? അപ്പോൾ അത് റോങ് ആൻസർ അല്ലേ? അപ്പോൾ റോങ് ആൻസറിന് കൈയ്യടി ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ 5 ചോദ്യങ്ങളും അവസാനിക്കുമ്പോൾ മെറിക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 ആൻസേഴ്സ് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ഗെയിമിംഗ് പ്രോപ്പർട്ടി മൈക്കിളിന് കൈമാറുന്നു. മൈക്കിൾ വാങ്ങിച്ചോളൂ. മൈക്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൗണ്ട് കറക്റ്റ് ആയിരുന്നു. സോ ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മെറിക്ക് തന്നെ അറിയില്ല. മെറി ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാണ്. കഴിഞ്ഞോ? ഒരു വൈൽഡ് ഗസ് അങ്ങ് എഴുതിക്കോ. തെറ്റി കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പേര് പറഞ്ഞോ മതിയോ ചോദിക്കുന്നു. ഓക്കെ, പേര് മതി. തിരിച്ചോളൂ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, ആരാണ് മെറിയുടെ ബെസ്റ്റ് ഫ്രണ്ട്? അഖില. ഇത് ഇവിടെ കണ്ടായിരുന്നു കേട്ടോ, ഇല്ലേ? ഇടയിൽ നോക്കിയില്ലേ? അവള് തന്നെയാണ്. അഖില ഉണ്ടോ ഇവിടെ? അഖില ഉണ്ടോ? അഖില ഹാപ്പിയാണോ? ഓക്കെ, സോ റൈറ്റ് ആൻസർ ആണ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. കം ഓൺ. സോ മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. മെറിയുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഏതാണ്? മെറി എങ്ങനെയാ, ഫുഡിയാണോ? എഴുതിക്കോ. ഫുഡിയാണ്. ഓക്കെ, സോ നമ്മുടെ ഫുഡ് ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ ആവേണ്ടതാണ്. മൈക്കിൾ എഴുതിയതിന് ശേഷം ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, മെറി ഏതാണ് ഫേവറേറ്റ് ഫുഡ് ഐറ്റം? വെജ് ഓർ നോൺ വെജ്? വെജ്. ഓക്കെ, വെജിലും പറഞ്ഞോ നോൺ വെജിലും പറഞ്ഞു? വെജ് ആണെങ്കിൽ മഷ്റൂം, നോൺ വെജ് ആണെങ്കിൽ ബിരിയാണി. ഓക്കെ, വെജ് നമ്മൾ 2 ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് വെജിൽ പറഞ്ഞത് മഷ്റൂം ആൻഡ് നോൺ വെജിൽ പറഞ്ഞത് ബിരിയാണി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി 2 ഓപ്ഷനും തെറ്റിപ്പോയിരിക്കുകയാണ്. മൈക്കിൾ എഴുതിയത് പാസ്ത എന്നാണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി എ റോങ് ആൻസർ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പാസ്ത ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് മാത്രമാണ്, ഇഷ്ടമായതുകൊണ്ട് അല്ലാതെ. ഓക്കെ, എനിവേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മെറിയുടെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് എന്താണ്? മെറിക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് എഴുതിക്കോളൂ. അറിഞ്ഞൂടാ? എന്തെങ്കിലും ഒരു വൈൽഡ് ഗസ് വേണ്ട? ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ വേണോ? ഓക്കെ, സോ മെറിയുടെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? ഇൻ ബിറ്റ്വീൻ 1 to 10. 1 to 10ന്റെ ഉള്ളിൽ എത്രയാണ്? അങ്ങോട്ട്. ഇത് ഇവിടെ കള്ളക്കളിയാട്ടോ. അത് പക്ഷെ വേണമെങ്കിൽ മാറ്റി പറയാലോ, മൈക്കിൾ ജയിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് അല്ലേ? അതിനുള്ള ചാൻസസ് ഒക്കെ ഇല്ലേ? ഓക്കെ, ഇനി കള്ളക്കളി ഇനി പാടില്ല. പറഞ്ഞോളൂ, എത്രയാണ്? 6 തന്നെയാണോ? ഉറപ്പാണോ? ഞാൻ കൺഫേം ചെയ്യണോ മമ്മിയുടെ അടുത്ത്? മമ്മി 6 ആണോ? ആണ്. ഓക്കെ, അപ്പൊ മമ്മി കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി റൈറ്റ് ആൻസർ. നല്ലൊരു ഐഡിയ കൊടുക്കാം. ഇനി മൂവിങ് ഓൺ ടു 4th ക്വസ്റ്റ്യൻ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എഴുതിക്കോളൂ. അറിയാം അല്ലേ? ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എത്രയാണ്?
2 3 4 6. 2 3 4 6 is the right answer. നമ്മൾ 2 ഡിജിറ്റ് ചോദിച്ചെങ്കിൽ 4 ഡിജിറ്റ് പുഷ്പം പോലെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ കൈയടി. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. മെറിയുടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എവിടെ ട്രിപ്പ് പോകണം എന്നാണ് മെറി പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം? ഉണ്ട്. ഓക്കെ, ഹണിമൂൺ പ്ലാൻഡ് ആണോ? അല്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ചിലവർ എഴുതാറുണ്ട്, അപ്പോൾ അത് നമ്മൾ കളിക്ക് കൂട്ടാറില്ല. കഴിഞ്ഞോ? തിരിച്ചോളൂ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, ഏതാണ് ആ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? മാൽഡീവ്സ്. മാൽഡീവ്സ് is the right answer again. നല്ലൊരു കൈയടി കൊടുത്തോളൂ. ആൻഡ് നമ്മുടെ ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് വിന്നറിനെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ? ആരാണ് വിന്നർ? വിന്നർ ആരാ? ആരാ? മിക്കു എന്നല്ലേ? യെസ്. അപ്പോൾ മിക്കു ആണോ? മെറി വിളിക്കുന്ന മിക്കു ആണ് വിന്നർ എന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, സോ മിക്കു, മൈക്കിൾ, യു ആർ ദ വിന്നർ. സോ ഇവിടെ മെറിക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന്. മൈക്കിൾ, യു ക്യാൻ ചൂസ് എന്ത് ഗിഫ്റ്റാണ് മെറി ഇന്ന് അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം തരേണ്ടത്. മൈക്കിൾ പറയുന്ന ഗിഫ്റ്റ് മെറി എന്തായാലും കൊടുക്കേണ്ടി വരും. സോ ഞാൻ ആ ഒരു ഡ്യൂട്ടിയും കൂടെ മമ്മീനെ ഏൽപ്പിക്കുകയാണ്. മെറി അത് കൊടുക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, സോ മൈക്കിൾ എന്ത് ഗിഫ്റ്റാണ് ഒന്നെങ്കിൽ ഇപ്പോൾ തരാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ളത് ചോദിക്കാം. അത് നേരിട്ട് പറഞ്ഞോളാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ കിട്ടിയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്കറിയണം. സോ ഇപ്പം തരാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പിന്നീട് തരാൻ പറ്റുന്നതോ ആയ ഇവിടെ പറയാൻ പറ്റുന്നതായ എന്തെങ്കിലും ചോദിക്കാം. സമാധാനം ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. ഇത് ലൈഫ് ലോങ് കൊടുക്കേണ്ടി വരും ഈ സമാധാനമാണെങ്കിൽ. അത് മതിയോ മൈക്കിൾ? വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുത്തേ. മമ്മി അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. If there's an open way, I'll just run while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the night. Let's disappear, 'cause wherever we go, love is on our side. Rolling like the waves and crash the sand. With every word you say, in faith we stand. Rising like flames to clouds of smoke, reaching new heights. We'll breathe in the sun and feel the glow, like we're touching the sky. Love is on our side. Your love is on our side.
കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ
കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂന്തിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിത്തിനാ പോയിടാം, വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കൊതിച്ചു ഞാനീ നിമിഷം
लगदी कमाल तेरी अखियां गुलाब के ना जावे साडा प्यार तेनू छड़ के हो जावे तेरा ही दीदार ते कोई ना सवाल भी पावे साडा प्यार तू छड़ के कैसी ये लगदी कमाल तेरी अखियां गुलाब के ना जावे साडा प्यार तेनू छड़ के हो जावे तेरा ही दीदार ते कोई ना सवाल भी पावे साडा प्यार तू छड़ के तेरी रज़ा तेरी ज़मीं तेरे इरादे हो रहा तेरी कमी होवे कभी मेरे करीब रहे तेरी रज़ा तेरी ज़मीं तेरे इरादे हो रहा तेरी कमी होवे कभी मेरे करीब रहे माही आवे पलकों में तेरे कोई ना जावे अंबरा भी गुला गुला सा लागे बस एक तेरे नाल रहे कैसी लगदी कमाल तेरी अखियां गुलाब के ना जावे साडा प्यार तेनू छड़ के हो जावे तेरा ही दीदार ते कोई ना सवाल भी पावे साडा प्यार तू छड़ के कैसी लगदी कमाल तेरी अखियां गुलाब के ना जावे साडा प्यार तेनू छड़ के धीमा 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 हृदय കൂട്ടേ ഇടിത്തവളെ എൻ പെട്രോർക്ക് ചെല്ല മരുമകളെ பக்கத்துல நாம் அடுக்க வழி சொல்லம்மா ரத்தத்துல